ഇത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും പോകണം. നമ്മളുള്ളത് ഗുണ്ടൽപേട്ടിലെ ഫാം ഹൗസിലാണ്. ഒരു കിഡിലൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു തലശ്ശേരി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. മാക്സിമം വീഡിയോ അവസാനം വരെ കണ്ടോളി, കിഡിലൻ റെസിപ്പി ആയിരിക്കും. ആദ്യം ബിരിയാണിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. 3 സവാള നൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 തക്കാളി, 3 സവാള വേറെയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് തിക്ക് കൂടിയിട്ടുള്ള കട്ടിംഗ് ആണ്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യാനാണ്. ഇത് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഈ സവാളയുടെ കട്ടിംഗ് ഒക്കെ എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയില, പുതിന, പിന്നെ നമ്മുടെ ഫേവറേറ്റ് സമത് ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി. 1 കിലോ ചിക്കൻ മഞ്ഞൾപ്പൊടിയും തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ഓയിൽ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നൈസാക്കി കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ അതുകൊണ്ട് വറുത്തെടുക്കുക. കാഷ്യൂനട്ടും മുന്തിരി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക. ബിരിയാണി ഉണ്ടാക്കുന്നത് ഫാം ഹൗസിൽ വെച്ചായതുകൊണ്ട് തന്നെ ഇവിടെ പാത്രങ്ങൾക്കൊക്കെ പരിമിതി ഉണ്ട്. സവാള എന്നിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ ഇതേ പാത്രത്തിൽ തന്നെയാണ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഓയിൽ ഇത്തിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാനും വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ ഫേവറേറ്റ് സമത് ബിരിയാണി മസാല ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വേറെ മസാലപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഇതുവരെ സമത് ബിരിയാണി മസാല വാങ്ങി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വീട്ടിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില, പുതിനയില. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയാണ് നല്ല ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് ഇത്തിരി കൂടി കൂട്ടി കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ഇങ്ങനെ എടുക്കട്ടെ. ചിക്കനൊക്കെ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ മൂടി ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം അളന്നിട്ട് ചൂടാക്കി എടുക്കുകയാണ്. വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇനി കഴുകി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഇനി റൈസ് ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ ഗുണ്ടൽപേട്ട ഇവിടുന്ന് ടൗണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബിരിയാണി റൈസ് ആണ്. അരി പൊട്ടി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് അരി ഒന്ന് നമ്മൾ വറുത്തെടുക്കുന്നത്. വറുത്ത് വെച്ച അരിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി റൈസ് ഈ വെള്ളത്തിൽ വറ്റി ചേർക്കാം. അങ്ങനെ റൈസൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ ഫാമിൽ കുറച്ച് പരിമിതികളുണ്ട്, പാത്രം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഉള്ള പാത്രത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ ചിക്കൻ റെഡിയാക്കി വെച്ചത് അത് ഈ പാത്രത്തോടു കൂടി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മല്ലിയില, പുതിനയില. ഇവിടെ വലിയൊരു പാത്രം ദം ചെയ്യാൻ ഇതേ ഉള്ളൂ. റൈസ് ഇട്ട് കൊടുക്കുക. സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ വറുത്ത് വെച്ചത്. ശേഷം ഇതിന് മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിനയില. വീണ്ടും അതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തതും മല്ലിയില, പുതിന എല്ലാം കൂടി മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. റൈസ് ഇത്തിരി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിൽ ബാക്കി പോവില്ല. ലോ ഫ്ലെയിം ഇട്ട് മുകളിൽ ഒരു ചെറിയ വെയിറ്റും വെച്ച് കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ. മാക്സിമം ഒരു 5 മിനിറ്റ് വരെ. ഫാം ഹൗസിന് പുറത്തായിട്ട് തന്നെ നമ്മളൊരു കട്ടിലിട്ടിട്ടുണ്ട്. ഇതാ നമ്മുടെ ദമ്മൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. കുറച്ച് റൈസ് ബാക്കി വന്നല്ലോ, ആ റൈസ് വേറെ പാത്രത്തിൽ തന്നെ ഉണ്ട്. ഇനി ഇതാ ദമ്മിലുള്ള റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മസാലയും റൈസും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. മസാല ഒക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. റൈസ് ആണെങ്കിലും ശരിക്കും ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാഴ്ചയിലൊക്കെയാണ്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അത് മാത്രമല്ല ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മുടെ സാലഡ് ഉണ്ട്, കൂടെ പപ്പടം ഉണ്ട്. ഇപ്പൊ ഒന്ന് ഉച്ചക്കത്തെ ഫുഡ് അൽഹംദുലില്ലാഹ് ഉഷാറായിട്ടുണ്ട്. ഇന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ കണ്ടത്. ആരും ശല്യമില്ലാതെ നമ്മൾ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ ഇരുന്ന് തിന്നണ സ്വസ്ഥായിട്ടല്ലേ. ചുറ്റുപാട് ഒരാളും മനുഷ്യനില്ല, ചുറ്റും ഫാമാണ്. ഇവിടെ അടുത്തൊന്നും വീടും ഇല്ല. അതിന്റെ ഏരിയയിലുള്ള ഫാം ഹൗസിൽ ഇരുന്നിട്ടാണ് ഈ പരിപാടി. എങ്ങനെയുണ്ട്? ഈ ഒരു വൈബ് തന്നെ പൊളിച്ചല്ലേ. ഇത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും പോകണം. ഫാം ഹൗസിൽ നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് ഇങ്ങനെ കഴിച്ചാലേ ഒരിക്കലും ഒരു ഫീൽ കിട്ടില്ല. അത് പോട്ടെ, ഫുഡ് എങ്ങനെയുണ്ട്? കിടിലനാണ്.
എപ്പോഴത്തെ സത്യം ഇങ്ങനത്തെ എത്ര ടേസ്റ്റില്ലാതെ കഴിച്ചില്ല. ഇത് തലശ്ശേരി മോഡലാ. കിട്ടില്ലേ? പറയില്ല. അടിപൊളിയല്ലേ? റൈമ് ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പൊ ആർക്കെങ്കിലും നമ്മുടെ സമത് ബിരിയാണി മസാല വേണമെന്നുണ്ടെങ്കിൽ ഇതുവരെ വീട്ടിലാരും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അയച്ചു തരുന്നതാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.